വഴിയിലൂടെ കടന്നു വരുന്നവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല, കിട്ടില്ല എന്നല്ല പറയുന്നത്. അത്തരം ആളുകൾ ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ വൈകിപ്പോകും. എൻ്റെ കയ്യിലുള്ളത് മാണിക്യമാണ്, മുത്താണ്, പവിഴമാണ്. മോനെ, അല്ലാഹു അതിനുശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് എന്നെ വഴിമാറ്റുകയാണ്. ثم وضع الله الإسلام في قلبي فأتيت رسول الله. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് ചെന്നു. പുണ്യനബിയോട് ഞാൻ പറഞ്ഞു, ഉബ്സുത് യദക ഉബായിഉക്. നബിയേ, അങ്ങ് കൈയൊന്ന് നീട്ടിത്തരണമേ, ഞാൻ അങ്ങയുടെ കയ്യിൽ വെച്ച് എനിക്ക് ബൈഅത്ത് ചെയ്യണം, അങ്ങ് കൈയൊന്ന് നീട്ടിത്തരണം. പുണ്യനബി കൈ നീട്ടിക്കൊടുത്തു. അംറു ഇബ്നുൽ ആസ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു തങ്ങൾ കൈ നീട്ടിയപ്പോൾ അംറു ഇബ്നുൽ ആസ് എന്നവർ കൈവലിച്ചു. തങ്ങൾ ചോദിച്ചു, യാ അംറു ബായ, അംറേ, നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ? ചെയ്യാം നബിയെ, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. യാ റസൂലല്ലാഹ്, ഉരീദു അൻ അശ്തരിത്. എനിക്കൊരു ഷർത്തുണ്ട്, എനിക്കൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന പാലിക്കുമെങ്കിൽ ഞാൻ കൈനീട്ടിത്തരാം. തങ്ങൾ ചോദിച്ചു, തശ്തരിതു മാദാ, എന്താണ് അംറേ നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? അശ്തരിതു അൻ യുഗ്ഫറ ലീ, അല്ലാഹു എനിക്ക് മാപ്പ് തരണം നബിയേ. എനിക്കത്രയേ വേണ്ടൂ, എനിക്ക് മാപ്പ് വേണം, എനിക്ക് അല്ലാഹു മാപ്പ് തരണം നബിയേ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അമാ അലിംത അന്നൽ ഇസ്ലാമ യജുബ്ബു മാ കാന ഖബ്ലഹ്. നിങ്ങൾക്കറിയില്ലയോ അംറേ, ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അതിന് മുമ്പ് ചെയ്തു പോയ പാപങ്ങളെല്ലാം നിരുപാധികം അല്ലാഹു മാപ്പ് ചെയ്തു കളയുമെന്ന്. അംറേ, നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? വഅന്ന തൗബത തജുബ്ബു മാ കാന ഖബ്ലഹാ. തൗബ ചെയ്താൽ തൗബക്ക് മുമ്പുള്ള തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് അംറേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഹജ്ജ് ചെയ്താൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ പാപങ്ങളെ അല്ലാഹു പൊറുക്കുമെന്ന് കേട്ടിട്ടില്ലയോ? ഇതൊക്കെ പറഞ്ഞപ്പോൾ ഫബസത്തു യദി, ഞാൻ ഹബീബിന് വേണ്ടി കൈ നീട്ടിക്കൊടുത്തു. ഫബായഅതുഹു, ഹബീബിന് ഞാൻ ബൈഅത്ത് ചെയ്തു. സമഅൻ വതആ, പുണ്യനബി അനുസരിക്കുമെന്നും ഹബീബിന്റെ കൂടെ നിൽക്കുമെന്നും ഞാൻ ഹബീബിന് വാക്ക് കൊടുത്തു. ഫഖദഫല്ലാഹു ഹുബ്ബഹു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ പുണ്യനബിയോടുള്ള സ്നേഹം അല്ലാഹു എൻ്റെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു തന്നു. ഖൽബിൽ എന്തെന്നില്ലാത്ത സ്നേഹം ഹബീബിനോട്. മഹാൻ പറയുമായിരുന്നു, മാ കുൻതു അസ്തതീഉ അൻ അംലഅ ഐനി ഐനയ്യ മിൻഹു. പുണ്യനബിയെ എൻ്റെ രണ്ട് കണ്ണുകൊണ്ടും നോക്കി നിന്നുകൊണ്ട് കണ്ണ് നിറക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. തങ്ങളോടുള്ള സ്നേഹം കാരണം ആ മുഖത്ത് സ്നേഹവും ഗാംഭീര്യവും ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റേത് ജമാലു മാത്രമാണെങ്കിൽ അഷ്റഫുൽ ഖൽക്കിൻ്റേത് ജമാലും വഖാറും കൂടിയ ഭംഗിയാണ് ഹബീബിൻ്റേത്. Whoever met him for the first time would be filled with awe. ഹബീബിനെ കണ്ടുമുട്ടുന്ന ഒരാൾ ഹൃദയത്തിൽ നിന്ന് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം അവരുടെ മുഖത്ത് നേടിക്കുമായിരുന്നു. ഹബീബിനെ കണ്ടാൽ കാണുമ്പം തന്നെ എങ്ങനെയായിരുന്നു? He was benevolent, lavishly generous, exceedingly truthful and kind-hearted. പുണ്യനബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ ഗിബ്ബൺ വിവരിച്ചുകൊണ്ട് പറയാ, എത്രത്തോളം സൗമ്യഹൃദയനായിരുന്നു, എത്ര ദയാലുവായിരുന്നു, എത്ര ഉദാരമനസ്കതയുള്ളവരായിരുന്നു പുണ്യനബി. Whoever met him for the first time would be filled with awe. ആരെങ്കിലും ഹബീബിനെ ഒറ്റത്തവണ കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ബഹുമാനവും ഭയവും ഹൃദയത്തിൽ നിറയുമായിരുന്നു. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖൗലാണ് ഗിബ്ബൺ എടുത്തുദ്ധരിക്കുന്നത്. മഹാനായ അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മുഹാനിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന, അബൂഹാലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, നിബിതങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം. അപ്പോൾ പുണ്യനിബിതങ്ങൾ അങ്ങനെയാണ്. അംറു ഇബ്നുൽ ആസ് തങ്ങൾ പറയാ, എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സ്നേഹം വിട്ടു തന്നു ഹബീബിനോട്. നമ്മുടെയൊക്കെ കൽബിൽ അത് നിറയെ അല്ലാഹു ഇട്ടു തരട്ടെ. ആ ഹൃദയം പുണ്യനബിയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ട്. അത് ഈ സദസ്സിന് എഴുന്നേൽക്കുമ്പം തന്നെ നമുക്കത് കിട്ടിയിരിക്കണം. കൽബിലേക്ക് ഹബീബിനെ ആവാഹിക്കുക, പുണ്യനബി തങ്ങളെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് പിടിക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫ തങ്ങളെ കാണുമ്പോൾ താബിഈങ്ങൾ പറയുമായിരുന്നു, ഹുദൈഫ
ലൗ ഖാന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനനാ, ഞങ്ങൾക്കിടയിൽ ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലഹമല്ലാഹു ഫൗഖ അക്താഫിനാ, പുണ്യനബി തങ്ങളെ മണ്ണ് തൊടാൻ അനുവദിക്കാതെ പുണ്യ ഹബീബിനെ ഞങ്ങൾ തോളിലേറ്റ് നടക്കുമായിരുന്നു ഹുദൈഫ. ഞങ്ങൾക്കതിന് സാധിച്ചില്ലല്ലോ. ഹബീബിനെ കാണാതെ വന്ന ഒരു സങ്കടം താബിഈങ്ങൾ പറയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകളെ നോക്കി താബിഈങ്ങൾ പറയുമായിരുന്നു, തൂബാ ലിഐനൈൻ റഅതാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ. അബൂദർദാ ഷാമിലാണ് അബൂദർദാ തങ്ങളുടെ അവസാന കാലം. മഹാൻ അവിടുത്തെ അമീറായിരുന്നു. സ്വഹാബിയായ അബൂദർദാ തങ്ങളെ കാണുമ്പോൾ താബിഈങ്ങൾ പറയും, സ്വഹാബിയായ അബൂദർദാ, നിങ്ങളുടെ ആ രണ്ട് കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, ഹബീബിനെ കാണാൻ കഴിഞ്ഞ കണ്ണുകളല്ലയോ അത്. നമുക്ക് മനസ്സിൽ ആശ വരണം, കൊതി വേണം. ഇന്ന അശദ്ദന്നാസി ഹുബ്ബൻ ലീ, എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ വരാൻ പോകുന്ന സമൂഹങ്ങളാണെന്ന് പുണ്യനബി. യവദ്ദു അഹദുഹും ലൗ യറാനി ബിമാലിഹി വഅഹ്ലിഹി വവലദിഹി, സ്വന്തം മക്കളും സമ്പത്തും കുടുംബവും ഇട്ടേച്ചു കൊടുത്താൽ പുണ്യനബിയെ കാണിച്ചു തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എന്നാൽ പോലും എനിക്ക് ഹബീബിനെ കണ്ടാൽ മതി എന്ന് മനസ്സുകൊണ്ട് കൊതിക്കുന്നവർ അവരാണ് എൻ്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വലാത്ത് ചൊല്ലണല്ലേ? ഉണ്ടല്ലോ അല്ലേ? സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. യവദ്ദു അഹദുഹും ലൗ യറാനി ബിഅഹ്ലിഹി വമാലിഹി വവലദിഹി, എല്ലാം തരാം, പുണ്യനബിയെ കാണിച്ചു തരും. നിങ്ങൾ കയ്യിൽ മൊബൈൽ ഫോൺ തന്നാൽ നബിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൊബൈൽ ഫോണോ? അതൊന്നും ആവില്ല. നമ്മളങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സമ്പത്തും വീടും ഒക്കെ ഇങ്ങോട്ട് എഴുതിത്താ, എന്നാ റസൂലുള്ളാഹിനെ കാട്ടിത്തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹബീബിനെ കാണാൻ കൊതിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങളാ പറഞ്ഞ ഹദീത്തിൽ പറഞ്ഞവർ ഈ സദസ്സിലുണ്ട് എന്നതിനർത്ഥം. എല്ലാം തരാം, എനിക്ക് ഹബീബിനൊന്ന് കണ്ടാൽ മതി. അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? തൂബാ ലിഐനൈൻ റഅതാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഹബീബായ നബിയേ, അങ്ങയെ കാണാൻ ഞങ്ങളെ കൊണ്ടായില്ല നബിയേ, അങ്ങയെ കണ്ട രണ്ട് കണ്ണുകളെയാണ് ഞങ്ങൾ കാണുന്നത്. ആ കണ്ണുകളുടെ ഭാഗ്യമേ എന്ന് പറഞ്ഞ് അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുന്ന താബിഈങ്ങൾ. പുണ്യനബിയെ ഒന്ന് കാണണം, ഹബീബിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ എനിക്ക് കണ്ടുകിട്ടുകയായിരുന്നുവെങ്കിൽ അവിടുത്തെ നെറ്റിത്തടത്തിൽ ഞാൻ ഉമ്മ വെച്ച് എന്റെ ഹബീബിനെ വാരിപ്പുണരുമായിരുന്നു എന്ന് മറുപടി കൊടുത്ത താബിഈങ്ങളുണ്ട്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ. ഹബീബിനെ കാണാൻ കൊതിയാവണം. നമുക്ക് അല്ലാഹു മനാമിൽ ഹബീബിനെ കാണിച്ചു തരട്ടെ. നാളെ യഖ്ലത്തിലും അല്ലാഹു കാണിച്ചു തരട്ടെ. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ല. സ്വപ്നത്തിൽ ഹബീബിനെ കണ്ടവർക്ക് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവർ അവർക്ക് അല്ലാഹു നാളെ ഹബീബിനെ ജീവനോടെ ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം കാണിച്ചു കൊടുക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കൊല്ലാൻ നടന്നൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. ജാഹിലിയത്തിന്റെ ഒരു കാലം, മദ്യപാനത്തിന്റെ കൊലപാതകത്തിന്റെ കാലം. അന്ന് ഹബീബിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു മോനെ, പക്ഷേ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, ഞാൻ നരകവാസിയായി മാറുമായിരുന്നു മോനെ. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. ആ ഒരു കാലം കഴിഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തേത് പുണ്യനബിയോട് സ്നേഹവും എന്തെന്നില്ലാത്ത മഹബ്ബത്തും ഹൃദയത്തിലുണ്ടായ ഒരു കാലം. ദീൻ ഈ മഹബ്ബത്താണ്. ഇതില്ലാതെ കുറേ നമ്മൾ നിസ്കാരവും നോമ്പൊക്കെ കൊണ്ട് നടക്കുമ്പോഴും മഹബ്ബത്ത് ഇതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഈ ഇബാദത്തിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല. മഹബ്ബത്ത് അത്രയും വലുതാണ്, അത്രക്ക് വലുതാണ്. ഞാൻ നിങ്ങളിലേക്ക് വരുമ്പോൾ
നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കേണ്ടതില്ല എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ശരി തന്നെയാണ്. ഞാൻ വരുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമാ തഫ്അലുൽ ആജിം, അനർബികൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുതേ. പക്ഷേ സ്വഹാബിമാർ ഹബീബിന്റെ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത്. കാരണം ആ കൽപ്പന അനുസരിക്കണമോ അദബ് പാലിക്കണമോ എന്ന് നോക്കുമ്പോൾ അദബാണ് പാലിക്കേണ്ടത്. അവിടുത്തെ അദബ് ഹബീബിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കലാണ്. അങ്ങനെയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്, നബിയേ ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു, ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. നബിയേ ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു, എൻ്റെ മെഹബൂബായ നബിയെ അങ്ങയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് നബിയേ, അത് എൻ്റെ ഹക്കാണ്, എനിക്ക് ഫർളാണ്. വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു, ഫർളായ കാര്യം ഒഴിവാക്കാൻ പാടില്ലല്ലോ നബിയെ, അതുകൊണ്ട് അങ്ങ് വരുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും. റസൂലേ അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മുൻ യറാ ഹാദൽ ജമാല വലാ യഖൂമു. ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ സൗന്ദര്യം കണ്ടതിന് ശേഷം നബിയെ, അങ്ങയുടെ ചമൽക്കാരം കണ്ടതിന് ശേഷം നബിയെ, അങ്ങേക്ക് അല്ലാഹു നൽകുന്ന ഈ അലങ്കാരം സൗന്ദര്യം കണ്ടതിന് ശേഷം എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരാൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക? പുണ്യ ഹബീബിനെ ജീവന്റെ ജീവനായി കണ്ട സ്വഹാബികളെയാണ് അല്ലാഹു ഹബീബിന് അനുയായികളായി തെരഞ്ഞെടുത്തത്. നമ്മൾ വിചാരിക്കും സ്വഹാബത്തിന്റെ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിലെന്ന്. അവരൊക്കെ ചെയ്ത ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാനാകുമായിരുന്നോ എന്നുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കണം. അവരൊക്കെ ചെയ്തതുപോലെയുള്ള ത്യാഗം നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നോ? സൗബാൻ റളിയല്ലാഹു അൻഹു ശരീരം മെലിഞ്ഞ് 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 വന്നപ്പോഴല്ലേ പുണ്യനബി ചോദിച്ചത്? നമ്മൾ എത്രയോ കേട്ട സംഭവമായിരിക്കാം. യാ സൗബാൻ മാ ബിക്, എന്തു പറ്റി സൗബാനെ, എന്താ നിങ്ങൾ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചോദിക്കില്ലേ ഷുഗർ ഉണ്ടോന്ന്, എന്താ മെലിയുന്നത്? പുണ്യനബിയോട് സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇത് സ്വഹീഹായ ഹദീസാണെന്ന് പറയണം. സ്വഹാബിമാർ എങ്ങനെയാണ് ദീനിനെ മനസ്സിലാക്കിയത് എന്ന് ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നബിയേ അസുഖമല്ല, നബിയേ അസുഖമല്ല, എന്നാൽ എൻ്റെ മനസ്സിലെ ഒരു വേദന കൊണ്ട് എൻ്റെ ശരീരം മെലിയാൻ തുടങ്ങുന്നു നബിയേ, ഞാൻ ആ വേദനയിൽ ഉരുകുകയാണ്. എന്ത് പറ്റി സൗബാൻ, എന്ത് പറ്റി സൗബാൻ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മസ്ജിദുൻ നബവിയുടെ എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് അങ്ങയെ കണ്ണ് നിറയെ നോക്കി നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകാറുണ്ട്. വീട്ടിലേക്ക് എത്തിയാൽ എനിക്ക് അങ്ങയെ ഓർമ്മ വരും, റസൂലിനെ കാണണമെന്ന് കൊതി വരും. ഞാൻ എൻ്റെ പിഞ്ചു മക്കളെ, പൈതങ്ങളെ അവിടെ ഇട്ടേച്ചുകൊണ്ട് അങ്ങയുടെ മസ്ജിദിലേക്ക് ഞാൻ ഇറങ്ങി വരാറുണ്ട് നബിയെ, അങ്ങയെ കാണണമെന്ന് കൊതിയാകുമ്പോ ഞാൻ ഓർക്കുകയാണ്, ദുന്യാവിൽ അതെനിക്ക് സാധ്യമാകുന്നുണ്ട്. കാണണമെന്ന് ഓർമ്മ വരുമ്പോൾ, ആഗ്രഹം വരുമ്പോൾ മദീന പള്ളിയിലേക്ക് ഓടി വന്ന് അങ്ങയെ ഒരു നോട്ടം നോക്കിപ്പോകാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ നബിയെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് അങ്ങാനും സൗബാനിന് കടക്കാൻ ഭാഗ്യമുണ്ടായാൽ തന്നെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നബിയെ അല്ലാഹു അങ്ങ് ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്താൽ മേലെ തട്ടിലുള്ളവരെ കാണാൻ താഴെയുള്ളവർക്ക് കഴിയില്ലെന്നല്ലേ? മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയും, താഴെയുള്ളവർക്ക് മേലെ വരാൻ കഴിയില്ലല്ലോ. ഹബീബേ, നാളെ സ്വർഗത്തിലിരിക്കുമ്പോൾ അങ്ങേ എനിക്ക് കാണണമെന്ന് കൊതി വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും നബിയെ എന്നോർത്ത് കരയുകയാണ്. നാളെ ഞാൻ സ്വർഗത്തിന്റെ താഴെ തട്ടിലാണെങ്കിൽ മേലെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന അങ്ങയെ എനിക്ക് വന്ന് കാണാൻ കഴിയാതെ വരുമ്പോ എൻ്റെ മനസ്സിന്റെ ആഗ്രഹം ഞാൻ എന്തു ചെയ്യും നബിയെ? ആ ചിന്തയിൽ ഞാൻ മെലിഞ്ഞുണങ്ങുകയാണ് റസൂലേ എന്ന് ഹബീബിനോട് മറുപടി പറഞ്ഞ സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു. അതിന് മറുപടി ഇറങ്ങിയത് ഖുർആന്റെ ആയത്താണ്. ഈ സ്നേഹത്തിന് എങ്ങനെയാ മറുപടി പറയാം?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. നബിയേ, നെഞ്ചിനകത്തങ്ങയോട് സ്നേഹമുള്ളവർ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ സ്വർഗത്തിന്റെ താഴെ തട്ടിലല്ല നബിയേ. അമ്പിയാക്കന്മാരെവിടെയോ അവിടെ തന്നെയാണ് അവരുള്ളത്. അതുകൊണ്ട് താഴെ മേലോട്ട് വരാൻ കഴിയുമോ എന്ന വേദന വേണ്ട. അവരമ്പിയാഇന്റെ കൂടെയാണ് നബിയേ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിനോടുള്ള ഈ മുഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു നിറച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.